ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ നാടൻ വഴുതനയാണ്. നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇതിന് അധികം വണ്ണം ഉണ്ടാകത്തില്ല, പക്ഷെ നന്നായിട്ട് നീളം വെക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ താരം. ഏകദേശം 1 വയസ്സ് പ്രായം വരുന്നുണ്ട് നമ്മുടെ ഈ വഴുതനങ്ങയ്ക്ക്. കണ്ടോ, ഇതൊരു നെറ്റിനകത്തൂടെയാണ് നമ്മുടെ വഴുതന വളർന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങളോർക്കും ഇതെന്താ ഇവർക്ക് വട്ടാണോ ഈ നെറ്റിനകത്തൂടെ വഴുതന കയറ്റി വിടാനെന്ന്? അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു പയറുണ്ടായിരുന്നു. ആ പയർ പടർത്തിയിടാനായിട്ട് നമ്മൾ വെച്ച ഈ നെറ്റ്. അപ്പോൾ ഈ വഴുതന വളർന്ന് അതിൻ്റെ ഇടയിൽ കൂടി ശിഖരങ്ങളൊക്കെ കയറി ഇപ്പം നന്നായിട്ട് നിൽക്കുന്നു. കണ്ടോ, നല്ല നീളം കണ്ടോ ഇതിൻ്റെ. നമ്മുടെ വീട്ടിലെ ആടൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കയറിയത് കൊണ്ട് തന്നെ ഇത് കാറ്റടിച്ചാലൊന്നും അങ്ങനെ മറിഞ്ഞ് പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ. നല്ല സപ്പോർട്ടാണ്. നമ്മളിനി പ്രത്യേകിച്ചൊരു കമ്പൊന്നും വെച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലത്തോ അങ്ങനെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് വഴുതന ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് വഴുതന ലഭിക്കാറുണ്ട്. എത്ര കറി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതിനൊരു എണ്ണവും ഇല്ല. കണ്ടോ, ഇതിനിടയിൽ ഒരു മഞ്ഞ കളർ കണ്ടോ? അതായത് നല്ല പാകമായ വഴുതനയാണ്. അത് നമ്മൾ വിത്തിനായിട്ട് ഇട്ടേക്കുന്നത്. 2 വഴുതന നമ്മൾ ഇതിനകത്ത് വിത്തിനായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് വഴുതനങ്ങ ഇപ്പോൾ പിടിച്ചു കിടക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ആടിൻ്റെ കാഷ്ടവും പിന്നെ പഴയ കഞ്ഞിവെള്ളവുമാണ് ഈ വഴുതനങ്ങയ്ക്ക് കൊടുക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാറില്ല. പിന്നെ വഴുതനങ്ങ അധികം പരിപാലനമൊന്നും വേണ്ട, ഇഷ്ടം പോലെ തന്നെ പിടിക്കും. നന്നായിട്ടൊന്ന് വളർന്ന് കിട്ടിയാൽ മാത്രം മതി. കണ്ടോ, ഇത് പിന്നെ വഴുതന മുറിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു പിച്ചാത്തിയോ കത്രികയോ എങ്ങാനും ഉപയോഗിച്ച് അതിൻ്റെ തണ്ട് മുറിക്കുന്നതായിരിക്കും നല്ലത്. കൈവച്ചെങ്ങാനും മുറിച്ചാൽ അത് ചിലപ്പം ചെടി അങ്ങോട്ട് കമ്പൊടിയാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം ഇത്രയും വഴുതന ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അകത്ത് നിന്ന് എടുത്തതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, അങ്ങനെ ഒരു വഴുതന ചെടി ഉണ്ടെങ്കിൽ നമുക്കിതാ ഏകദേശം ഇത്രയും വഴുതനങ്ങ നമുക്ക് കിട്ടും. പിന്നെ അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇഷ്ടമുള്ള അച്ചാറോ മെഴുക്ക് പുരട്ടിയോ ഇനി വറുത്തോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.